നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 962 ടുഡേ 6th ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 12th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 962 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു സുന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. കിം തേ കാമാസുരസ്പാഹ മുകുന്ദമനസോദ്വിജ അതിജഘ്രുർമുദം രാജ്ഞ ക്ഷുജിതസ്യ യഥേതരേ. കിം തേ കാമാസുരസ്പർഹ മുകുന്ദമനസോദ്വിജ അതിജഘ്രുർമുദം രാജ്ഞ ക്ഷുജിതസ്യ യഥേതരേ. ഓം തരെ തത്സത്. പദം പിരിക്കേണ്ടത് കിം തേ കാമഃ സുരസ്പാർഹ മുകുന്ദമനസ ദ്വിജ അതിജഘ്രുർ മുദം രാജ്ഞ ക്ഷുരിതസ്യ ഇതരേ യഥ. യഥേതരേ എന്നുള്ളത് യഥാ ഇതരേ. അർത്ഥം: സുരസ്പർഹ, ദേവന്മാർ കാക്ഷിക്കത്തക്കതായ, തേ കാമ, ആ വിഷയങ്ങൾ, മുകുന്ദ മനസ, മുകുന്ദനിൽ മനസ്സോടുകൂടിയ, രാജ്ഞ, രാജാവിന്, ക്ഷുദിതസ്യ, വിശന്നിരിക്കുന്നതിന്, ഇതരേ യഥ, അന്യപദാർത്ഥങ്ങൾ എന്ന പോലെ, മുദം, സന്തോഷത്തെ, അതിജഘ്രു, കിം ഇവിടെയാണ് ചേർക്കേണ്ടത്, അതിജഘ്രു കിം, ഉണ്ടാക്കി തീർക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് ആ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന ആ രാജാവിന് അന്യപദാർത്ഥങ്ങളിൽ ആഗ്രഹം ഉണ്ടാവുകയില്ല. ഭഗവാനിൽ തന്നെ സദാ മനസ്സ് നിർമ്മിച്ചിരിക്കുന്ന, ദേവന്മാർ പോലും കാക്ഷിക്കുന്ന ആ ഭഗവാനിൽ, മുകുന്ദൻ്റെ പാദങ്ങളിൽ മനസ്സ് ചെലുത്തിയിട്ടിരിക്കുന്ന രാജാവിന് മറ്റുള്ള പദാർത്ഥങ്ങളിൽ ഒട്ടും താല്പര്യം തന്നെ ഇല്ല. പിന്നീട് എങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തയേ ഇല്ലാതിരിക്കുമ്പോൾ അതെങ്ങനെയാണ് സന്തോഷമുണ്ടാക്കുക? ആ കാര്യങ്ങളിലൊന്നും ആ ഭഗവാന്, ആ രാജാവിന് സന്തോഷമുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അതായത് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാലയോ വളയോ അല്ലെങ്കിൽ ഭക്ഷണം അല്ലാത്ത മറ്റുള്ള കാമങ്ങൾ ഒന്നിലും ഇഷ്ടമുണ്ടാവുകയില്ല. അപ്പോഴേ അദ്ദേഹത്തിന് ആ വിശന്ന് വലഞ്ഞിരിക്കുന്ന ആൾക്ക് ഭക്ഷണം മാത്രമാണ് ആഗ്രഹം. അപ്രകാരം ഭഗവാനിൽ ഭക്തിയോടുകൂടിയ ഒരു ഭക്തന് വെറും ഭഗവാൻ മാത്രമാണ് ആവശ്യം. മറ്റുള്ള ഒരു കാമങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. ഒന്നിലും അവർക്ക് ആഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അതായത് ക്ഷണികങ്ങളായിട്ടുള്ള ആനന്ദം ഒന്നും, നിത്യാനന്ദം ലഭിക്കുന്ന ആ ഭഗവാനിൽ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷണികങ്ങളായിട്ടുള്ള ആനന്ദത്തിൽ ഒരിക്കലും ആഗ്രഹം ഉണ്ടാവുകയില്ല. ഈ ക്ഷണികങ്ങളായിട്ടുള്ള ലോകത്ത് കാണുന്ന എല്ലാ ആനന്ദവും ക്ഷണികങ്ങളും നിത്യാനന്ദ വിരോധിയുമാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് സൂതപൗരാണികൻ ശൗനകാദികൾക്ക്. അങ്ങനെ ഈ ഒരു ശ്ലോകം മതി നമുക്ക് മറ്റുള്ള കാംക്ഷകളൊക്കെ നിറച്ചു നടക്കുന്ന മദ്യം മുതലായവയിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് അതൊക്കെ നിത്യാനന്ദ വിരോധിയാണെന്നും ഭഗവാനിൽ മനസ്സ് ചെലുത്തുക മാത്രമാണ് നിത്യമായ ആനന്ദം, പരമമായ ആനന്ദം ലഭിക്കുന്നത്. മറ്റുള്ളതെല്ലാം ക്ഷണികങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്
ഈ ഒരു ശ്ലോകം തന്നെ മതി. എല്ലാ ഭഗവത് ശ്ലോകങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. ഭഗവാനെ സേവിക്കാൻ തുടങ്ങിയാൽ പിന്നെ പരമമായ നിത്യാനന്ദം ലഭിക്കും. അതല്ലാതെ ഇങ്ങനെയായി ആ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ വേറെ ഒന്നിനോടും ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. കിം തേ കാമാസുരസ്പർഹ മുകുന്ദ മനസോദ്വിജ അതിജക്ഷുർമുദം രാജ്ഞ ക്ഷുദിതസ്യ യഥേതരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.